അപ്പോൾ നമ്മൾ MA സോഷ്യോളജിയുടെ സോഷ്യോളജിക്കൽ തിയറി ആൻഡ് കോൺസെപ്റ്റ്സിൻ്റെ യൂണിറ്റ് 3 ആണ് ഇനി നോക്കാൻ പോകുന്നത്. സോഷ്യോളജിക്കൽ തിയറീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയറീസ് വിച്ച് എക്സ്പ്ലെയിൻ സോഷ്യൽ ഫിനോമിന ത്രൂ ജെനറിക്കൽ പ്രിൻസിപ്പിൾസ് ആണ്. അതായത് ജെനറിക്കൽ പ്രിൻസിപ്പിൾസ് വഴി സോഷ്യൽ ഫിനോമിന എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറീസ് ആണ്. ഇത് മെയിനായിട്ട് സോഷ്യൽ തിങ്കേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, മാർക്സും ഡെർക്കീമും ഒക്കെ. അപ്പം ഇവരുടെ റെസ്പോൺസസ് ത്രൂ ആണ് ഈ തിയറീസൊക്കെ ഫോം ചെയ്തേക്കുന്നത്. കുറച്ച് ക്ലാസിക്കൽ തിയറീസ് നമുക്ക് നോക്കാം. ഒന്നെന്ന് പറയുന്നത് കോംറ്റിൻ്റെ ലോ ഓഫ് 3 സ്റ്റേജസ് ആണ്. ഇതിൽ 3 സ്റ്റേജസ് ആണുള്ളത്. മെറ്റാഫിസിക്കൽ ടു പോസിറ്റിവിസ്റ്റിക് സ്റ്റേജസ്. അപ്പോൾ സൊസൈറ്റി ആദ്യം തിയോളജിക്കൽ സ്റ്റേജിൽ പോകും, അത് കഴിഞ്ഞിട്ട് മെറ്റാഫിസിക്കൽ, ദെൻ പോസിറ്റിവിസ്റ്റിക് സ്റ്റേജ്. അതായത് ഒരു തിയോളജിക്കലായിട്ടുള്ള സ്റ്റേജിൽ നിന്ന് ആസ് എ സയൻറ്റിഫിക് സ്റ്റേജിലെത്തുന്ന ആ ഒരു സ്റ്റേജാണ് കോംറ്റിൻ്റെ ലോ ഓഫ് 3 സ്റ്റേജസ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മാർക്സിയൻ ഐഡിയോളജി മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ക്ലാസ് കോൺഫ്ലിക്റ്റും അതുപോലെ തന്നെ ക്യാപിറ്റലിസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനും ഒക്കെയാണ്. ഇവർക്കൊരു റെവല്യൂഷണറി ചേഞ്ചാണ് വേണ്ടത്. ദേ വാണ്ട് ടു ഓവർത്രോ ക്യാപിറ്റലിസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. പിന്നെ വെബേറിയൻ ഐഡിയോളജി ആണെങ്കിൽ എക്കണോമിക് ഡിറ്റർമിനിസം റിജക്റ്റ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് കാരണങ്ങളൊക്കെ നിരത്തി പിടിച്ചുകൊണ്ടാണ് ഇത് റിജക്റ്റ് ചെയ്തേക്കുന്നത്. ഇവർക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്തേക്കുന്നത് സോഷ്യൽ ചേഞ്ചിൽ കുറച്ച് ഐഡിയാസിൻ്റെ റോളാണ് ഇവർ വെബറിയൻ ഐഡിയോളജി ഫോക്കസ് ചെയ്തേക്കുന്നത്. പിന്നെ പാർസൻ്റെ ആക്ഷൻ തിയറി ആണെങ്കിൽ ഹ്യൂമൻ ആക്ഷനെ സോഷ്യൽ സിസ്റ്റവുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന എക്കണോമിയും പോളിറ്റിയും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെയാണ്. അടുത്തത് ഈ റീസെൻ്റ്ലി സോഷ്യോളജി ആണെങ്കിൽ പോസിറ്റിവിസം എന്ന് പറയുന്ന കോംറ്റിൻ്റെ ഐഡിയയിൽ നിന്നും മുന്നോട്ട് കയറി വെബേറിയൻ്റെ ഇൻറ്റർപ്രറ്റീവ് അപ്രോച്ചൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. വെബേറിയൻ്റെ അപ്രോച്ച് വെസ്റ്റ്ഹൻ എന്നാണ് അറിയപ്പെടുന്നത്. അതിൽ സബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഒബ്ജക്റ്റീവ് അല്ലാതെ സബ്ജക്റ്റീവായിട്ട് ബയസസ് ഒക്കെ ഉള്ള ഒരു പെർസെപ്ഷൻ. ഫിനോമെനോളജി, എത്നോമെത്തഡോളജി, പോസ്റ്റ് മോഡേണിസം, ഗ്ലോബലൈസേഷൻ ഒക്കെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഡെർക്കീം, മേർട്ടൻ്റെ ഫങ്ഷണൽ പെർസ്പെക്റ്റീവ്, മാർക്സിൻ്റെ കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ്, മലിനോസ്കിയുടെ എക്സ്ചേഞ്ച് പെർസ്പെക്റ്റീവ്, അതുപോലെ തന്നെ ബ്ലൂമറിൻ്റെ സിംബോളിക് ഇൻട്രാക്ഷനിസം ഒക്കെ സോഷ്യോളജിക്കൽ എൻക്വയറി ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ കുറച്ച് പാരഡൈം ഷിഫ്റ്റ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സയൻറ്റിഫിക് പ്രോഗ്രസ് കുറച്ച് ഷിഫ്റ്റ്സൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഈ കോപ്പർണിക്കസിൻ്റെ ഹീലിയോസെൻട്രിക് മോഡലൊക്കെ ഇല്ലേ, എർത്ത് വട്ടത്തിലാണെന്നൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ ഐൻസ്റ്റൈൻ്റെ റിലേറ്റിവിറ്റി, ഇതുപോലെയൊക്കെയുള്ള തിയറീസ് പഴയ തിയറീസിനെ റീപ്ലേസ് ചെയ്ത് പുതിയ തിയറീസ് വന്നുകൊണ്ടിരിക്കുന്നു. മെയിനായിട്ട് ഈ ഒരു ടോപ്പിക്കിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന തിയറീസിൻ്റെ മീനിങ്, അതുപോലെ തന്നെ ക്ലാസിക്കൽ ആൻഡ് കണ്ടംപററി കോൺട്രിബ്യൂഷൻസിനെ ഒന്ന് കമ്പയർ ചെയ്യുക, അതുപോലെ തന്നെ പാരഡൈം ഷിഫ്റ്റ്സിൻ്റെ കോൺസെപ്റ്റൊക്കെ ഒന്ന് അറിയുക എന്നുള്ളതാണ്.